ഒരു പെണ്ണിന് വേണ്ട സ്നേഹ. ആ സ്നേഹം കൊടുക്കേണ്ടത് മക്കളെ കൂട്ടാൻ വരുന്ന ഓട്ടോ ഡ്രൈവർ അല്ല, ബസ് കണ്ടക്ടർ അല്ല, നിയമിക്കാൻ വരുന്നവനല്ല. നമ്മളെക്കാൾ തൊലിവെളുപ്പുള്ള ഏതെങ്കിലും ഒരു മൊഞ്ചനല്ല അവനാന്റെ കെട്ടിയ പെണ്ണിന് സ്നേഹം കൊടുക്കേണ്ടത്. അത് നമ്മൾ കൊടുക്കണം. ചില ആണുങ്ങൾ ചോദിക്കുമ്പോ എന്തിന്റെ കുറവാ, തിന്നാനും ഉടുക്കാന് ഓള് പറയുന്നതിൽ ഞാൻ കൊണ്ടടക്കാറുണ്ട്. പെണ്ണിന് വേണ്ട സ്നേഹ. ഒരു പെൺകുട്ടിക്ക് 10 വയസ്സ് തികയുമ്പോൾ വാപ്പയമ്മയും നെഞ്ചിന്റെ ഉള്ളിൽ ബേജാറുണ്ടെടുക്കാൻ തുടങ്ങും. എന്തിനെന്നറിയോ? ഒരു 10 കൊല്ലം കൂടി കഴിഞ്ഞ എന്റെ മോള വേറൊരു പുരയിലേക്ക് പറഞ്ഞയക്കേണ്ടതാ. ഒന്ന് ആലോചിച്ചു നോക്കി. നമ്മളെ വീട്ടിൽ നമ്മൾ വളർത്തിക്കൊണ്ടുവന്ന ഒരു പെണ്ണിനെ 20 21 വയസ്സാകുമ്പോൾ ഇറക്കി കൊടുക്കുക മറ്റൊരു പുരയിലേക്ക്. അങ്ങനെ ഇറക്കി വിടാൻ മനസ്സുകൊണ്ട് പാകപ്പെട്ട് മക്കളെ സ്നേഹിച്ചൊരുക്കി തരിക ഒരു വാപ്പ. അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടി സ്നേഹേ അറിഞ്ഞിട്ടുള്ളൂ. ഒരൊറ്റ കാഴ്ചന്റെ പേരിൽ എവിടെയോ കിടക്കുന്ന എന്റെ കൂടെ അവള് പോരാന്ന് സമ്മതിച്ചതേ വാപ്പ കൊടുത്തതിനേക്കാളിലും സ്നേഹം ഈ കൊടുക്കുന്നുള്ള ഒരു വിശ്വാസത്തിലാ. ഇന്ന് വരെ എന്നെ അറിഞ്ഞൂടാത്ത എന്റെ കൈ പിടിച്ച് എന്റെ ചോരയിലുണ്ടായ എന്റെ മോളെ ഞാൻ എനിക്ക് തരുന്നൊരു വാപ്പ പറയുന്നതേ ഞാൻ കൊടുത്തതിനേക്കാട്ടിലും നല്ലോണം ഈ നോക്കുന്നുള്ള ഒരു വിശ്വാസത്തിലാ. അങ്ങനെ ഒരു പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവന്ന് സ്വന്തം പുരയിലെത്തുമ്പോഴേക്ക് ചില ആണുങ്ങൾ കാണത്തമുണരും. വരച്ച വരയിൽ പെണ്ണിനെ നിർത്തി പേടിപ്പിക്കുക, കൈത്തരിപ്പുകൊണ്ട് പെണ്ണിനെ ഭയപ്പെടുത്തുക. എന്നിട്ട് നാട്ടുകാരോടും കുടുംബക്കാരോടും പറയാ എന്റെ പെണ്ണുങ്ങൾക്ക് ഇന്നെ ഭയങ്കര പേടിയാ, ഞാനൊന്ന് നോക്കിയാൽ ഒരടിയോട് മുൻപോട്ട് വെക്കൂല, അത്രക്ക് പേടിയാ, എന്റെ തല കണ്ടാ മതി, പേടിയാ കുട്ടിക്ക്. അതൊരു വലിയ ജയമൊന്നുമല്ല. നമ്മളെ കൂട്ടത്തിലുണ്ട് ചില ആണുങ്ങൾ നാട്ടിൽ നല്ല വിലയാ, അളയാക്കിയായി കൊണ്ടടക്കാൻ, കാരണവരായിട്ട് കൊണ്ടടക്കാൻ, അമ്മോശനും അമ്മോനും അളാപ്പയായിട്ട് കൊണ്ടടക്കാൻ. അയാളില്ലേ നിക്കാഹും നിശ്ചയം ഒന്നും നടക്കൂല. നാട്ടിൽ കോടികളുടെ വിലയാ, എന്നാൽ സ്വന്തം പുരയിലോ ഒരു 5 പൈസന്റെ വില ഉണ്ടാവില്ല. ആ ഭാര്യ ഇടക്കിടക്ക് അയാളോട് പറയുകയും ചെയ്യും നിങ്ങൾക്ക് ചിലപ്പോൾ നാട്ടിൽ വില ഉണ്ടാവും, എന്റെ അടുത്ത് നിങ്ങൾക്ക് വില ഇല്ല. എന്താ നിങ്ങളെ തനി സ്വഭാവം എനിക്കല്ലേ അറിയൂ, നാട്ടുകാർക്ക് അറിഞ്ഞൂടല്ലോ.